ക്രിസ്മസ് ആഘോഷിക്കണ്ട. ക്രിസ്മസ് ക്രിസ്തു ജനിച്ച ദിവസമൊന്നുമല്ല കേട്ടോ. ഡിസംബർ 25-നൊന്നുമല്ല ക്രിസ്തു ജനിച്ചത്. ജനുവരിയോ ഫെബ്രുവരിയോ ഒക്കെ ആണെന്നാണ്, ജനുവരിയെങ്കിലും ആണെന്നാണ് പൊതുവെ. കാരണം മഞ്ഞുകാലമൊക്കെ അവസാനിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞ ഒരു ദിവസമാണ് ക്രിസ്തു ജനിക്കുന്നത്. യൂറോപ്പിലെ മഞ്ഞുകാലത്ത് ആകാശത്ത് നക്ഷത്രവും ഉണ്ടാവില്ല, ഒന്നും കാണില്ല. പിന്നെ എങ്ങനെ ക്രിസ്മസ് ഡിസംബർ 25 പ്രാചീന പേർഷ്യയിൽ സൂര്യോത്സവം ആണ് പ്രധാനപ്പെട്ട ഉത്സവമായിരുന്നത്. സൂര്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ദേവത. പേർഷ്യക്കാരും പ്രാചീന ഇന്ത്യക്കാരും കുറച്ച് സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഈ സൂര്യോത്സവം അതിപ്രധാനമായിരുന്ന പ്രാചീന പേർഷ്യയെ ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ റോമാ സാമ്രാജ്യം കീഴടക്കി. സൂര്യാരാധന അങ്ങനെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാവുകയും റോമിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നായിട്ട് സൂര്യാരാധന മാറുകയും ചെയ്തു. സൂര്യോത്സവം ആ സൂര്യാരാധനയുടെ ദിവസമാണ് ഡിസംബർ 25. അത് സൂര്യൻ്റെ അയന സംക്രമണം. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് തിരിയുന്ന ദിവസമാണ് ഈ ഡിസംബർ 25 സൂര്യോത്സവമാണ്. റോമാ സാമ്രാജ്യം അത് സ്വീകരിച്ചപ്പോൾ റോമിൽ അത് ആകമാനം അത് പടർന്നു. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ മൂപ്പര് ക്രിസ്തു ജനിച്ച ദിവസം ആഘോഷിക്കണം തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം ആഘോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ പിന്നെ അതാവട്ടെ എന്ന് തീരുമാനിച്ച് പുതിയൊരു ദിവസം വേണ്ട, അതാവട്ടെ എന്ന് തീരുമാനിച്ച് ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിവസമായി ആഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഡിസംബർ 25 ക്രിസ്തു ജനിച്ച ദിവസമായി തീർന്നത്. ആ ക്രിസ്മസ് പിന്നെ യൂറോപ്പിലേക്ക് പോയി. ഫ്രാൻസിസ് അസീസിയുടെ അടുത്തുനിന്ന് പുൽക്കൂട് വന്നു, വേറെ ചിലയിടത്തുനിന്ന് നക്ഷത്രവിളക്ക് വന്നു. അതെല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നു. ഇപ്പോൾ ഡിസംബർ 25 നക്ഷത്രവിളക്ക് തൂക്കി, പുൽക്കൂട് ഒരുക്കി, നമ്മൾ കരോളെല്ലാം വച്ച് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ടത് മനുഷ്യവംശത്തിൻ്റെ എത്രയോ വലിയ പങ്കുവയ്പ്പുകളുടെ ഇങ്ങേ തലക്കിലാണ് നമ്മൾ ഒരു മതത്തിൻ്റെ ഉത്സവമായി അതിനെ മനസ്സിലാക്കുന്നത്. ഒരു മതവും ആ മതമായിട്ട് നിൽക്കില്ല, ഒരു പാരമ്പര്യവും ആ പാരമ്പര്യമായിട്ട് നിൽക്കില്ല. നിങ്ങളിൽ നിങ്ങളല്ലാത്തവർ നിശ്ചയമായിട്ടുമുണ്ട്. നിങ്ങളല്ലാത്തവരൊന്നുമില്ലെങ്കിൽ നിങ്ങളില്ല. നാരായണഗുരു അതാ പറഞ്ഞത്. പ്രിയം അപരപ്രിയം അവൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. അപരപ്രിയത്വമാണ് ആത്മപ്രിയത്വം, അതാണ് നയം. ഈ അപരപ്രിയത്വത്തിൽ ആത്മപ്രിയത്വത്തെ കാണുക എന്നുള്ളത് ഒരു ആധ്യാത്മിക ദൈവിക ആശയമല്ല, അതിപ്രധാനമായ സാമൂഹ്യ ജനാധിപത്യ തത്വമാണ് അപരപ്രിയത്വം. ആ അപരപ്രിയത്വം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കൊന്നും വേണ്ട, മറിച്ച് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപരബന്ധിതമാണ്. ഞാൻ ഈ പ്രസംഗകനായി ജീവിക്കുന്നത് കേൾക്കാൻ ആളുള്ളത് കൊണ്ടാണ്. കേൾക്കാൻ ഒരാളില്ല എങ്കിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചാൽ അതിൻ്റെ പേര് ഭ്രാന്ത് എന്നാണ്. ഈ അപ്പുറത്ത് ആളിരിക്കണോണ്ടാണ് ഇത് പ്രസംഗമാവുന്നത്, ഞാൻ പ്രസംഗിക്കണോണ്ടല്ല എന്ന് പ്രസംഗിക്കുന്നവർ ഓർത്താൽ അവർക്ക് കൊള്ളാം. ചില ആളുകൾക്ക് ഈ ഓർമ്മയില്ല, അവർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും.